വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് ഇൻ ട്രേഡിംഗ് എന്നതാണ്. നിങ്ങൾക്കറിയാം, റിസ്ക് മാനേജ്മെൻറ്റ് എന്നത് ഒരു സിമ്പിൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടെക്നിക്ക് ആണെങ്കിൽ കൂടിയും ഇത് ട്രേഡിങ്ങിൽ ഒരു പവർഫുൾ വെപ്പണാണെന്ന് ഒരുപാട് വൈകിട്ടാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്, ഇൻക്ലൂഡിങ് മീ. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കുന്ന ഒരു വ്യക്തിയേക്കാൾ ആ എടുത്ത റിസ്കിനെ പ്രോപ്പറായി മാനേജ് ചെയ്യുന്ന ആൾക്കായിരിക്കും വിന്നിങ് പ്രോബബിലിറ്റി കൂടുതൽ എന്നാണ് ഈ ഒരു സെഷനിൽ ത്രൂ ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആയതിനാൽ തന്നെ നല്ല പേഷ്യൻസ് ഉള്ളവർക്ക് മാത്രമേ മുഴുവനായിട്ടിരുന്ന് കാണാൻ വേണ്ടി സാധിക്കൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ നിങ്ങൾ മനസ്സിലാക്കും ദ പവർ ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ ഇൻ ട്രേഡിംഗ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പേഷ്യൻസ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് നേരെ സെഷനിലേക്ക് പോവാം. വെൽക്കം ടു T4T. ഡിഫൈൻ റിസ്ക്. ഓക്കെ, അപ്പം നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ റിസ്കിനെ ഒന്ന് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ റിസ്ക് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ലോസ് ഓർ ആൻ അൺഫേവറബിൾ ഔട്ട്കം ഡ്യൂ ടു അൺസർട്ടനിറ്റി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, എവറി ആക്ഷൻ ക്യാരീസ് എ റിസ്ക് എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്തൊരു ആക്ഷൻ ചെയ്യുമ്പോൾ അവിടെ ആ പ്രോബബിലിറ്റി ഓഫ് ലോസ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ റിസ്ക് പാരാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ എവറി ആക്ഷൻ ക്യാരീസ് എ റിസ്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റഡി റൂട്ടീൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്? ഫെയിലിയർ വരാം, സ്ട്രെസ്സ് വരാം, ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ പ്രഷേഴ്സ് നമുക്ക് വരാം. ഓക്കെ, ഒരു റിസ്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അവിടെ വരുന്ന റിസ്ക് എന്തൊക്കെയാണ്? നമുക്ക് റിജക്ഷൻസ് ആവാം, മിസ്കമ്മ്യൂണിക്കേഷൻ വരാം, നെർവസ്നെസ് വരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അവിടെ വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്? ഫൈനാൻഷ്യൽ ലോസ് വരാം, കോമ്പറ്റീഷൻസ് വരാം, ഓപ്പറേഷണൽ ചലഞ്ചസ് വരാം. ഓക്കെ, ഈവൻ നമ്മൾ മാരേജിൽ പോലുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്? റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ് വരാം, ഇമോഷണൽ ഓർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാം, മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെല്ലാം മനസ്സിലാക്കുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവറി ആക്ഷൻ ക്യാരീസ് എ റിസ്ക്. ഓക്കെ, ഏതൊരു ആക്ഷനിലും ഒരു റിസ്ക് ഇൻവോൾവ് ആണ്. ഓക്കെ, അവിടെയാണ് ആക്ച്വലി റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിസ്കിനെ ഡിഫൈൻ ചെയ്തതുപോലെ റിസ്ക് മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്താൽ എന്താണ്? റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് ഐഡൻറ്റിഫൈയിങ്, അസസിങ് ആൻഡ് റെഡ്യൂസിങ് റിസ്ക് ടു മിനിമൈസിങ് അൺസർട്ടനിറ്റി ആൻഡ് പ്രിവെൻറ്റ് ലോസസ്. ഓക്കെ, അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആ റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ അസസ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വേരിയസ് സ്റ്റെപ്സിനെയാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ എന്താണ്? നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മളൊരു ഇൻ്റർവ്യൂക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ നമ്മൾ മാരേജിന് വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത്. ഇതൊക്കെ എന്താണ്? ഒരു ആക്ഷനാണ്, അതിലൊരു റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൽ റിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് റിസ്ക് മാനേജ്മെൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം? ഇപ്പോൾ സ്റ്റഡിയിൽ നിങ്ങൾ നോക്കിയാൽ എന്താണ്? പ്രോപ്പറായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് ചെയ്യാം, ബാലൻസ്ഡ് സ്റ്റഡി നമുക്ക് കൊണ്ടുവരാം, അതുപോലെ ഹെൽത്ത് മാനേജ്മെൻറ്റ്, അതുപോലെ സെൽഫ് അസസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, സ്റ്റഡിയിൽ നമുക്ക് ആ റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇത്രയും ഇവിടെ കൊടുത്തൊരു 3 കാര്യങ്ങൾ നമുക്ക് റിസ്ക് മാനേജ്മെൻ്റ് ആയിട്ട് ചെയ്യാം. അതുപോലെ എന്താണ്, നമുക്കൊരു ഇൻ്റർവ്യൂ വരികയാണ്, അതിൽ നമുക്ക് വരുന്ന ആ റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പ്രിപ്പറേഷൻസ് നടത്താം, ടൈം മാനേജ്മെൻറ്റ് ചെയ്യാം, കോൺഫിഡൻസ് ആൻഡ് ബോഡി ലാംഗ്വേജസ് കൃത്യമാക്കാം, അതുപോലെ പ്രൊഫഷണൽ അപ്പിയറൻസോട് കൂടി ഇത് നമുക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന റിസ്കിനെ നമുക്ക് ആ റിസ്ക് മാനേജ്മെൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാം, മാർക്കറ്റ് റിസർച്ച് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം, നമുക്ക് ബാക്കപ്പ് ക്യാപിറ്റൽ ഉണ്ടാക്കാം. ഓക്കെ, ഈവൻ നമ്മൾ മാരേജസിൽ പോവുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ട്രസ്റ്റും കമ്മിറ്റ്മെൻറ്റ്സും നമുക്ക് ബിൽഡ് ചെയ്യണം, അതുപോലെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം, അതുപോലെ വർക്ക് ലൈഫും നമ്മളുടെ ഫാമിലി ലൈഫും തമ്മിലുള്ളൊരു ബാലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ എന്താണ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യണം. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് എവറി ആക്ഷൻസ് ക്യാരീസ് എ റിസ്ക്. ഓക്കെ, എവറി ആക്ഷൻസ് ക്യാരീസ് എ റിസ്ക്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റെലവൻസ് വരുന്നത് അവിടെയാണ്. ആ റിസ്കിനെ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ അസസ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഇവിടെ ഏതൊരു കാര്യം എടുക്കുക, ഇപ്പം നമുക്ക് എക്സാമിന് സ്റ്റഡി ചെയ്യുന്നതാവാം, അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ ആവാം, അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് എ ബിസിനസ് ആവാം, മാരേജ് ആവാം. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ
റിസ്ക് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു 50-50 ചാൻസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് ഇവിടെ 50-50 ചാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾ വിൻ ആവാൻ 50%ഉം നിങ്ങൾ ലൂസ് ആവാൻ 50%ഉം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ റിസ്ക് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നു. അതായത് ഞാനിപ്പം ഒരു എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണ്. പക്ഷേ ഞാൻ റിസ്ക് മാനേജ്മെൻറ്റ് അവിടെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് ഞാൻ 50% വിജയിക്കാനും അല്ലെങ്കിൽ 50% ഞാൻ ലൂസ് ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? റിസ്ക് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നു. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രോപ്പറായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നു, ഒരു ബാലൻസ്ഡ് സ്റ്റഡി ആക്കുന്നു, അതുപോലെ എൻ്റെ ഹെൽത്തിനെ ഞാൻ മാനേജ് ചെയ്യുന്നു, അതുപോലെ തന്നെ എൻ്റെ സെൽഫ് അസസ്മെൻറ്റ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്ന് കൂടി ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്? എൻ്റെ 50-50 ചാൻസ് എന്ന് പറയുന്നത് 60-40 ചാൻസ് ആയിട്ട് മാറുന്നു. അതായത് ഞാൻ വിന്ന് ചെയ്യാനുള്ള ചാൻസ് ഒരു 10% കൂടുന്നു, അതുപോലെ തന്നെ ഞാൻ ലൂസ് ആവാനുള്ള ഒരു 10% കുറയുന്നു. അതായത് 60% ഞാൻ വിജയിക്കാനുള്ള പ്രോബബിലിറ്റിയും 40% ഞാൻ ലൂസ് ആവാനുള്ള പ്രോബബിലിറ്റിയുമാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്താണ്? ഇവിടെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇവിടെ കാണുന്നത് 20% ആണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുന്നത് എനിക്ക് അഡ്വാൻറ്റേജ് എത്ര? ഒരു 20% അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് എനിക്ക് ജയിക്കാൻ അല്ലെങ്കിൽ തോൽക്കുന്നതിനേക്കാൾ ജയിക്കാൻ എനിക്ക് 20% എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് നോക്കിയാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് റെഫേഴ്സ് ടു ഹാവിങ് എ അഡ്വാൻറ്റേജ് ഓർ ബെറ്റർ ചാൻസ് ഓഫ് സക്സസ് ബേസ്ഡ് ഓൺ ഡാറ്റ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഡാറ്റയുടെ ബേസിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സക്സസ് ആവാനുള്ള ബെറ്റർ ചാൻസ് അല്ലെങ്കിൽ നമ്മുടെ അഡ്വാൻറ്റേജിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ ഗാംബ്ലിംഗ് ആയിട്ടും ബിസിനസ് ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. പല ആളുകളും ഒരു ഗാംബ്ലിംഗ് മെൻറ്റാലിറ്റിയിലും കുറച്ച് ആളുകൾ ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയിലുമാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ത്രൂ ഔട്ട് നമ്മൾ ഇതിനൊരു ഗാംബ്ലിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജയൻറ്റ് കസീനോ ആണ്. അതായത് ഒരു ലീഗൽ കസീനോ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയാം. ഓക്കെ, ഒരു ഗാംബ്ലിംഗ് പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കസീനോനെ ബേസ് ചെയ്തു പറയുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ചൂതാട്ട കേന്ദ്രത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഹൂ ഓൾവേസ് ലൂസ് മണി? ഒരു കസീനോയിൽ ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് ആരെ കയ്യിൽ നിന്നാണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലെയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഹൂ ഓൾവേസ് മേക്സ് മണി? ഓക്കെ, ഒരു കസീനോയിൽ ആരാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്? അത് കസീനോ ഓണേഴ്സ് തന്നെയാണ്. ബിക്കോസ് ഓഫ് അതിൻ്റെ കാരണം എന്താണ്? പ്ലെയേഴ്സ് വരുന്നത് ഗാംബ്ലിങ്ങിനും അതുപോലെ കസീനോ ചെയ്യുന്നത് ബിസിനസ്സുമാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ട്രേഡിങ്ങിനെ ഗാംബ്ലിംഗ് ആയിട്ടും ബിസിനസ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഗാംബ്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ജയാൻറ്റ് കസീനോ ആണ്, അല്ലെങ്കിൽ ഒരു ലീഗൽ കസീനോ ആണ്, ഗവൺമെൻറ് പെർമിറ്റ് കൊടുത്തിട്ടുള്ള ഒരു കസീനോ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കസീനോനെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ കസീനോയിൽ ഏറ്റവും കൂടുതൽ കാശ് പോകുന്നത് പ്ലെയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം പ്ലെയേഴ്സ് അവിടെ വരുന്നത് ഗാംബ്ലിങ്ങിനാണ്. ഹൂ ഓൾവേസ് മണി എന്ന് നോക്കുകയാണെങ്കിൽ കസീനോ തന്നെയാണ്. കാരണം കസീനോ ചെയ്യുന്നത് എന്താണ്? അവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് അവരവിടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു കസീനോ ബിസിനസ് മോഡൽ ബേസിലായിരിക്കും കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാർക്കറ്റിൽ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് പറയുന്നത് പോലെ യൂട്യൂബിനും ഒരു അൽഗോരിതം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് ആത്മാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കും. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൂ ഓൾവേസ് ലൂസ് മണി, നമ്മൾ ഈ ഒരു കസീനോ മോഡലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ലൂസ് ചെയ്യുന്നത് ആരാണ്? സിംപ്ലി പ്ലെയേഴ്സ് തന്നെയാണ്. അതായത് പ്ലെയേഴ്സ് സം ടൈംസ് വിൻ ഓർ ലൂസ് ഇൻ എ ഷോർട്ട് ടേം. ഓക്കെ, എപ്പോഴും ഒരു പ്ലെയർ, അതായത് കസീനോ മോഡലിൽ പ്ലെയർ എന്ന് പറയുന്നത് ഒരു ഗാംബ്ലറാണ്. ഓക്കെ, അയാൾ വിജയിക്കുന്നതും ലൂസ് ചെയ്യുന്നതും ഒരു ഷോർട്ട് ടേം പീരീഡിലായിരിക്കും. ഓക്കെ, ബേസിക്കലി വിന്നിങ്. ഓക്കെ, അതുപോലെ വിന്നിങ്സ് ആർ ഓൾവേസ് ബേസ്ഡ് ഓൺ ലെക്ക്. ഒരു ഗാംബ്ലറുടെ ഒരു പ്ലെയർ ഒരു ഗാംബ്ലർ ആണെങ്കിൽ അയാളുടെ വിൻ എപ്പോഴും ബേസ്ഡ് ഓൺ ലെക്കിൽ മാത്രമായിരിക്കും. അതുപോലെ എന്താണ്? ലൂസ് എവറിത്തിങ് അറ്റ് ദ എൻഡ്. അവസാനമാകുമ്പോഴത്തേക്ക് അയാൾ ഫുള്ളി ലോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുള്ളി നെഗറ്റീവിലായിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഓൾവേസ് മേക്സ് മണി? ആരാണ് ഇവിടെ പൈസ ഉണ്ടാക്കുന്നത്? സിംപ്ലി കസീനോ ഓണേഴ്സ് തന്നെയാണ്. ഓക്കെ, കസീനോ ആണ്, അല്ലെങ്കിൽ കസീനോ ഓണേഴ്സ് തന്നെയാണ് ഇവിടെ കാശ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്നത്. എങ്ങനെ?
കസിനോ ഓഫ്റ്റൻ പ്രൊവൈഡ് ഫ്രീ ഫുഡ് ഡ്രിങ്ക്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ടു അട്രാക്ട് ആൻഡ് റിട്ടൈൻ കസ്റ്റമേഴ്സ്. അവരെന്താ ചെയ്യുന്നത്? അവർ ഫ്രീ ഡ്രിങ്ക്സ്, ഫ്രീ എൻ്റർടൈൻമെൻറ്റ്, ഫ്രീ ഫുഡ് എല്ലാം ആർക്ക് കൊടുക്കുന്നുണ്ട്? കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാവരും കയറി അങ്ങ് എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്കൊരു എൻട്രി ഫീ ഉണ്ടാവും. ഓക്കെ, ഒരു എൻട്രി ഫീ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു റിസർവേഷൻ ബുക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എൻട്രി ഉണ്ട്, നമുക്ക് ഫ്രീ ഫുഡ് ഉണ്ട്, ഫ്രീ ഡ്രിങ്ക് ഉണ്ട്, ഫ്രീ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ദിസ് സ്ട്രാറ്റജി ഈസ് നോ ആസ് കോംസ്, അതായത് കോംപ്ലിമെൻ്ററി എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് കോമൺലി യൂസ് ഫോർ മേജർ കസിനോസ് വേൾഡ് വൈഡ്. ഒട്ടുമിക്ക രാജ്യങ്ങളിലെ കസിനോസിലും ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രിങ്ക്സ്, ഫ്രീ എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. അതായത് അവരുടെ ബുക്ക് ചെയ്ത് റിസർവേഷൻ ചെയ്യുന്ന ആളുകൾക്കായിട്ട് എന്താണ് ഈ പറഞ്ഞ എല്ലാ കോംപ്ലിമെൻ്ററീസും ഉണ്ട്. ഓക്കെ, ഇതെന്തിനാണ് ചെയ്യുന്നത്? ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? കീപ് പ്ലെയേഴ്സ് ഗാംബ്ലിങ്, ആളുകളെ കൊണ്ട് ഗാംബ്ലിങ് ചെയ്യിക്കാനും, എൻകറേജ് ബിഗ് സ്പെൻഡിങ്സ്, അവരെ കൊണ്ട് ബിഗ് സ്പെൻഡിങ്സും ചെയ്യിക്കാനും, അതുപോലെ തന്നെ എന്താണ് അവിടെ ഒരു ഫൺ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യിക്കാനും, അതുപോലെ അവിടെ എന്താണ് കുറച്ച് സൈക്കോളജിക്കൽ ടാക്ടിക്സ് ചെയ്യാനും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ ഇവിടെ പറഞ്ഞതെല്ലാം കൂടി നോക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ എപ്പോഴും കസീനോ ഓണേഴ്സ് വിജയിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് അവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഉണ്ട്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഉണ്ട്. അതായത് അവിടെ ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റൻസി ഉണ്ട്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആവാനുള്ള എക്സ്ട്രാ പെർസെൻറ്റേജിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലെയറുടെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇല്ല. ദാറ്റ് മീൻസ് അവിടെ ഒരു നെഗറ്റീവ് എക്സ്പെക്റ്റൻസി ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പ്ലെയേഴ്സാണ് അതായത് കസിനോയിൽ ഗാംബ്ലിങ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്ലെയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് എപ്പോഴും കാശ് ലൂസാവുന്നത്. അതുപോലെ കസിനോ ഓണേഴ്സ് മാത്രമേ ഇവിടെ കാശ് മേക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഒരു കസിനോ ഇവിടെ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് അവരുടെ കൂടെയാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കസീനോയിലേക്ക് ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ അവിടെ പല തരത്തിലുള്ള ഗെയിംസ് ഉണ്ടാവും. ഓക്കെ, അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് റോളറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഈ റോളറ്റ് തന്നെ അമേരിക്കൻ റോളറ്റ് ഉണ്ടാവും, അതുപോലെ യൂറോപ്യൻ റോളറ്റ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അമേരിക്കൻ റോളറ്റാണ്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ റോളറ്റും യൂറോപ്യൻ റോളറ്റും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ റോളറ്റിൽ പലതരം ഗെയിംസ് ഉണ്ട്. ഒന്ന് കളർ പ്രഡിക്ഷൻ, ഒന്ന് ഓഡ് ആൻഡ് ഈവൻ, അതുപോലെ ഒന്ന് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു റോളറ്റ് ടേബിളിൽ നമ്മൾ ബെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ റോളറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? സ്പിന്ന് ചെയ്തിട്ടാണ് നമ്മൾ ഗാമ്പിൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ റെഡ്, ബ്ലാക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് കളർ പ്രഡിക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ 18 റെഡ്, 18 ബ്ലാക്ക് ഉണ്ട്. അതായത് 18 ഈവൻ നമ്പർ, 18 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഇതിനെ പ്രോബബിലിറ്റി ബേസിൽ നോക്കുകയാണെങ്കിൽ 50-50 ആണോ അല്ലേ? ഇപ്പം റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 50-50, ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി 50-50. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ വിൻ ആവാനുള്ള പ്രോബബിലിറ്റി 50-50 ആണ്, അല്ലെങ്കിൽ ലൂസ് ആവാനും വിൻ ആവാനുള്ള പ്രോബബിലിറ്റി 50-50 ആണ്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ബിക്കോസ് ഓഫ് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഈ അമേരിക്കൻ റോളറ്റ്, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അമേരിക്കൻ റോളറ്റാണ്. ഈ അമേരിക്കൻ റോളറ്റിലെ 2 ഗ്രീൻ കളേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവും. അതായത് താഴെ നമുക്കൊരു ഡബിൾ സീറോയും മുകളിലൊരു സീറോയും ആയിട്ട് 2 ഗ്രീൻ കളേഴ്സ് വരുന്നുണ്ട്. ഈ 2 ഗ്രീൻ കളേഴ്സാണ് ഇവിടെ കസീനോടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഗെയിം ഓൺ ചെയ്യുന്നത് കസീനോ ഓണേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് വിജയിക്കാനുള്ള ഫോർമുല തന്നെ ആക്ച്വലി എന്താണ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നാണ് കൂടി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ പ്ലെയർ ബെറ്റ് ഓൺ ബ്ലാക്ക്. ഓക്കെ, ഒരു പ്ലെയർ, അതായത് ഞാൻ കളർ ബേസിൽ ഞാൻ ബ്ലാക്ക് കളറിനായിട്ട് ബെറ്റ് ചെയ്യാണ്. ഓക്കെ, ബ്ലാക്ക് കളറിലായിട്ട് ബെറ്റ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ബ്ലാക്ക് കളറിനായിട്ട് ബെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്താണ് ഒരു 500 രൂപ ഞാൻ ബ്ലാക്കിലായിട്ട് ബെറ്റ് ചെയ്തു. ഓക്കെ, ഇനി സ്പിൻ കറങ്ങി വന്നിട്ട് ബ്ലാക്കിലാണ് വീഴുന്നതെങ്കിൽ എനിക്ക് 1000 രൂപയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ബേസിൽ നോക്കിയാൽ എന്താണ് ബ്ലാക്ക് വീഴാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 18 ആണ്. ബൈ 38 ആണ്. 38 എന്ന് പറയുന്നതാണ് 18 ബ്ലാക്കും 18 റെഡും 2 ഗ്രീനുമാണ്. ഈ 2 ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രീനിൽ വീണാൽ അതെന്താണ്? അത് ലൂസ് തന്നെയാണ്. അതായത് ആ ഗ്രീനിലേക്ക് വീണ് കഴിഞ്ഞാൽ ലൂസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ബെറ്റ് വെക്കുന്നത് ബ്ലാക്കിലാണെങ്കിൽ അത് റെഡിലോ അല്ലെങ്കിൽ ഗ്രീനിലോ വീഴുകയാണെങ്കിൽ
ഞാൻ ലൂസ് തന്നെയാണ്. എനിക്ക് ബ്ലാക്കിൽ തന്നെ വീഴണം. അപ്പോൾ ബ്ലാക്കിലേക്ക് വീഴാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 18/38 ആണ്. അതായത് ഇവിടെ പ്ലെയർ ജയിക്കാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 47.3 ആണ്. അതായത് 50%, അതായത് 50-50 ചാൻസ് പോലും ഇവിടെ ആക്ച്വലി ഒരു പ്ലെയർ ജയിക്കാനുള്ള പ്രോബബിലിറ്റി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ കസീനോയുടെ ചാൻസ്, അതായത് പ്ലെയറുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണ്? കസീനോ ആണ്. അപ്പോൾ കസീനോക്ക് ക്യാഷ് കിട്ടണമെങ്കിൽ എന്താവണം? കസീനോക്ക് ക്യാഷ് കിട്ടണമെങ്കിൽ പ്ലെയർ ബെറ്റ് ചെയ്തത് ബ്ലാക്കിലാണെങ്കിൽ കസീനോക്ക് അതൊന്നെങ്കിൽ അത് ബ്ലാക്കിൽ വീഴണം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് റെഡിൽ വീഴണം, അല്ലെങ്കിൽ അത് പച്ചയിൽ വീഴണം, അല്ലാതെ ഗ്രീനിൽ വീഴണം. അപ്പം കസീനോയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത് 20/38 ആണ്. അതായത് റെഡ് 18, അതുപോലെ ഗ്രീൻ 2, 18ഉം 2ഉം 20/38. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് കസീനോയുടെ വിന്നിങ് ചാൻസ് എന്ന് പറയുന്നത് 52.7 ആണ്. അതായത് എപ്പോഴും ഏതൊരു കാര്യത്തിലും കസീനോ പ്ലെയറേക്കാൾ മുന്നിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെന്താണ് കസീനോ എഡ്ജ് ഓവർ ദ പ്ലെയർ. ഓക്കെ, എത്രയാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ 52.7, അതായത് കസീനോയുടെ പ്രോബബിലിറ്റി -47.3. അതെത്രയാണ്? അത് പ്ലെയേഴ്സിൻ്റെ പ്രോബബിലിറ്റിയാണ്. രണ്ട് ഡിവൈഡ് നോക്കുകയാണെങ്കിൽ എന്താണ് 5.4% ആണ്. ഓക്കെ, ഈ 5.4% എന്ന് പറയുന്നത് എന്താണ്? അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? 5.4 ആണ്. അതായത് കസീനോ പ്ലെയറേക്കാൾ 5.4% എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം വാട്ട് ഈസ് 5.4, വാട്ട് ഇറ്റ് ഈസ് മീൻ. ഓക്കെ, അതായത് ഒരു രൂപയുടെ ബെറ്റ് ആ കസീനോയിൽ നടക്കുകയാണെങ്കിൽ ആ 1 രൂപയുടെ 5.4%, അതായത് എത്രയാണ്? 0.054% കസീനോ മേക്ക് മണി ഇൻ ദ ലോങ് റൺ. ഓക്കെ, 1 രൂപയുടെ ബെറ്റ് അവിടെ നടക്കുകയാണെങ്കിൽ ആ 1 രൂപയുടെ 5.4%, അതായത് 0.054 അവർ ലോങ് റണ്ണിൽ ക്രിയേറ്റ് ചെയ്യും. അത് പ്രോബബിലിറ്റിയാണ്, അതായത് അത് അഷ്യൂർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളെന്താണ്? ഒരു 1000 രൂപയുടെ ബെറ്റ് വരികയാണ്. 1000 രൂപയുടെ 5.4%, അതായത് 54 രൂപ അവർ മേക്ക് മണി ഇൻ ദ ലോങ് റൺ ആയിരിക്കും. നെക്സ്റ്റ് നമ്മളൊരു 1 lakh റുപ്പീസിൻ്റെ ബെറ്റാണ് അവിടെ നടക്കുന്നതെങ്കിൽ 1 lakhൻ്റെ 5.4% എന്ന് പറയുന്നത് 5400 റുപ്പീസ് അവർ മേക്ക് ഇൻ ദ ലോങ് റൺ. അവരെപ്പോഴും എന്താണ്? അവർ ലോങ് റണ്ണിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 10 lakhൻ്റെത് അതുപോലെ ഒരു 1 CRയുടെയൊക്കെ ബെറ്റ് വരികയാണെങ്കിൽ എത്രത്തോളം റുപ്പീസാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ്, ഓക്കെ, എന്താണ് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുന്നത് 5.4% ആണ്. അതായത് പ്ലെയേഴ്സിനേക്കാൾ 5.4% കൂടുതലാണ് കസീനോക്കുള്ളത്. അവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ ഹൗസ് എഡ്ജ് എന്നാണ് പറയുന്നത്. ഒരു കസീനോക്ക് ആ പ്ലെയർ, അതിൻ്റെ ആ കസീനോയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പ്ലെയറേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട് ജയിക്കാൻ. അതുകൊണ്ട് ലോങ് റണ്ണിൽ എന്താണ് ഇവർ ഒരുപാട് ബെറ്റുകൾ ഇങ്ങനെ വരുന്നുകൊണ്ട് നിൽക്കുന്നതിനനുസരിച്ച് അവരെന്താണ് ലോങ് റണ്ണിൽ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഉള്ളത് കസീനോസിനാണ്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ്, പ്ലെയർക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഉണ്ടോ? ഇല്ല. 50-50 വന്നാൽ പോലും സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇല്ല. 47% ആക്ച്വലി പ്ലെയേഴ്സിനുള്ള പ്രോബബിലിറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് പ്ലെയേഴ്സിന് നെഗറ്റീവ് എക്സ്പെക്റ്റൻസിയും കസീനോക്ക് പോസിറ്റീവ് എക്സ്പെക്റ്റൻസിയും ആണുള്ളത്. അങ്ങനെ നമ്മൾ പറഞ്ഞു കസീനോ ലോങ്ങർ റണ്ണിൽ എപ്പോഴും പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, ഒരു പ്ലെയർ എപ്പോഴും എന്തായിരിക്കും? ലോങ്ങർ റണ്ണിൽ നെഗറ്റീവ് ആയിരിക്കും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഈ സ്ലൈഡിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു കസീനോയിൽ ഒരു 1000 ബെറ്റ് നടന്നിട്ടുണ്ട്. 1,00,000 രൂപയ്ക്ക് 1000 ബെറ്റ് നടന്നിട്ടുണ്ട്. അതിൽ കസീനോയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 52.7% ആണ്. അതുപോലെ എന്താണ് ഒരു പ്ലെയറുടെ എത്രയാണ് വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 47.3% ആണ്. ഓക്കെ, അപ്പോൾ 52.7% പ്രോബബിലിറ്റിയിൽ ഒരു 100 ബെറ്റ് വരികയാണെങ്കിൽ അവിടെ കസീനോയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയിക്കാനുള്ളത് എത്രയാണ്? 527 പോയിന്റ്. അതായത് എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? 52.7 ഇതാണല്ലോ കസീനോയുടെ വിന്നിങ് പ്രോബബിലിറ്റി × 100. അപ്പം 1000. അപ്പോൾ എത്ര വരും? നമുക്ക് 527 വരും.
ഓക്കെ, ഇത് 473 എത്രയാണ്? 473 എന്ന് പറയുന്നത് 47.3 ഒരു പ്ലെയർ ജയിക്കാനുള്ള പ്രോബബിലിറ്റി. അതേ ഇൻറ്റു 1000 ബെറ്റ് 473. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 527 ഇൻറ്റു 1 lakh, ഓക്കെ, അത്രത്തോളം ബെറ്റ് കിടന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5.27 CR ആണ്. അതുപോലെ 473 ഇൻറ്റു 1 lakh എന്ന് പറയുന്നത് എത്രയാണ്? 4.73 crore ആണ്. അതായത് 5.27 CR എന്തായിരിക്കും ഒരു കസീനോ ജയിക്കുന്നതും 4.73 crore എന്ന് പറയുന്നത് കസീനോ തോൽക്കുന്നതുമായിരിക്കും. അറ്റ് ദ എൻഡിൽ എങ്ങനെയായിരിക്കും? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 54 lakh എന്ന് പറയുന്നത് എപ്പോഴും കസീനോ പ്രോഫിറ്റബിൾ തന്നെയായിരിക്കും. ബിക്കോസ് ഓഫ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കസീനോ ചെയ്യുന്നത് ബിസിനസ്സും ഗാംബ്ലർ അല്ലെങ്കിൽ പ്ലെയേഴ്സ് ചെയ്യുന്നത് ഗാംബ്ലിങ്ങുമാണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരികയാണെങ്കിൽ ഒരു ട്രേഡറെ നമ്മൾ ഗാംബ്ലർ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള മേജർ റീസൺസ് എന്തൊക്കെയാണ്? ഡോണ്ട് ഹാവ് എ പ്ലാൻ, അയാൾക്ക് ഒരു പ്ലാനും ഉണ്ടായിരിക്കില്ല. ഡോണ്ട് ഹാവ് എ സ്ട്രാറ്റജി, അയാൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കില്ല. ബൈ ചെയ്യുന്നത് എപ്പോഴും അല്ലെങ്കിൽ ബൈയോ സെല്ല് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ബേസ്ഡ് ഓൺ റൂമേഴ്സിൻ്റെ ബേസിലായിരിക്കും, ഒപ്പീനിയൻസിൻ്റെ ബേസിലായിരിക്കും, ഇമോഷൻ്റെ ബേസിലായിരിക്കും, ടിപ്സുകളുടെ ബേസിലായിരിക്കും. അതുപോലെ അയാൾക്ക് ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പോലും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഇത്രയും സമയം എടുത്തും കൊണ്ട് കസീനോ ബിസിനസ് മോഡൽ എന്തിനാണ് മനസ്സിലാക്കിയത്? ട്രേഡ് ലൈക്ക് കസീനോ മോഡൽ. നമ്മൾ എന്ത് ചെയ്യണം? കസീനോ മോഡലിൽ വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. അതായത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഓൾവേസ് മേക്സ് മണി അറ്റ് ദ എൻഡ്. ഓക്കെ, അവരെപ്പോഴും എന്താണ്? ഒരു കസീനോ മോഡലിലാണ് ചെയ്യുന്നത്. കസീനോ സിമ്പിളായിട്ട് ചെയ്യുന്നത് എന്താണ്? ഒന്നുമില്ല, പ്ലെയറിനേക്കാൾ കുറച്ചുകൂടി ബെനിഫിറ്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ റിപ്ലിക്കേറ്റ് ദ ബിസിനസ് മോഡൽ ഓഫ് കസീനോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കസീനോയുടെ ബിസിനസ് മോഡലാണ് നമ്മൾ ചെയ്യേണ്ടത്. കസീനോയിൽ വരുന്ന ഗാംബ്ലറുടെ മെൻറ്റാലിറ്റിയിലല്ല നമ്മൾ വരേണ്ടത്. കസീനോ ചെയ്യുന്നത് എന്താ? സിമ്പിളായിട്ട് കസീനോയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലെയറേക്കാൾ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്തൊക്കെയാണ് ചെയ്യുക? സ്റ്റഡി ദ മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യും. ലുക്ക് ഫോർ ദ റിപ്പീറ്റബിൾ പ്രൈസ് പാറ്റേൺ. മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ള റിപ്പീറ്റബിൾ ആയിട്ടുള്ള പ്രൈസ് പാറ്റേൺസ്, അതായത് ടെക്നിക്കൽ അനലൈസ് വെച്ചിട്ട് പഠിക്കും. അതുപോലെ ഇൻക്രീസ് ദ പ്രോബബിലിറ്റി. ഓക്കെ, ഇൻക്രീസ് ദ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ 50-50 ചാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? 50% ആ ട്രേഡ് വിന്ന് ചെയ്യാനും 50% ആ വിന്ന് ലൂസ് ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? ആ ഒരു പ്രോബബിലിറ്റി കൂട്ടിയിട്ട് എന്ത് ചെയ്യും? ക്രിയേറ്റ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇൻ ഹിസ് ഫേവർ. അവരെന്ത് ചെയ്യും? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഫേവറായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമേജ് കാണാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ലോങ് സെനാരിയോയിൽ എപ്പോഴും ഒരു 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 പാസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ റിപ്പീറ്റബിൾ പ്രൈസ് പാറ്റേണിൽ എങ്ങനെയാണ് ഒരു അപ് ട്രെൻഡ് പോകുന്നത്? എങ്ങനെയായിരിക്കും? ഒരു ഇമ്പൾസീവ്, ഒരു കറക്റ്റീവ്, ഒരു ഇമ്പൾസീവ്, ഒരു കറക്റ്റീവ്, ഒരു ഇമ്പൾസീവ് ലെവലാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളൊരു ബൈ ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് പ്രൈസ് മുകളിലേക്ക് പോയി താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി ഒരു കറക്ഷൻ ചെയ്തു. അതിനുശേഷം ആ കറക്ഷൻ ഹൈ, അതായത് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയാണ്. ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? സിംപ്ലി എത്രയാണ്? 50-50 ആണ്. മുകളിലേക്ക് പോവാം, താഴേക്ക് പോവാം. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ലോങ് എൻട്രി എടുക്കുകയാണെങ്കിൽ അത് എടുത്താൽ 50% അത് മുകളിലേക്ക് പോകാം, 50% താഴേക്ക് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാം. ഓക്കെ, 50-50 അല്ലേ? പക്ഷേ നമ്മൾ പഠിച്ചത് പ്രകാരം പ്രൈസ് എങ്ങനെയാണ്? ഒരു ഇമ്പൾസീവ് കറക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ഇമ്പൾസീവ് മൂവ് വന്നു കഴിഞ്ഞാൽ പിന്നീട് പ്രൈസ് എന്ത് ചെയ്യും? ഒരു കറക്റ്റീവ്നെസ് വരും, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു കറക്റ്റീവ് വരും. ഇത് മനസ്സിലാക്കിയും കൊണ്ട് ഈ കറക്റ്റീവിൽ നമ്മൾ താഴെ നിന്നൊരു ബൈ എടുത്തു, പ്രൈസ് മുകളിലേക്ക് പോയി. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ പ്രോബബിലിറ്റി എത്ര വരും? 50-ൽ നിന്ന്, അതായത് സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ റാൻഡം ആയിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബൈ എടുത്തു, 50-50 ആണ്. പകരം നമ്മൾ റിപ്പീറ്റബിൾ പ്രൈസ് ആക്ഷൻ പ്രകാരം എന്താണ്? പ്രൈസിലൊരു ഇമ്പൾസീവ് മൂവ് കഴിഞ്ഞു, അതിനുശേഷം ഒരു കറക്റ്റീവ് മൂവ്, പ്രൈസ് താഴേക്ക് വന്നിട്ട് ഇൻ കേസ് ഇവിടെ എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PDRA അവിടെ നിന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് ആ ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം കറക്റ്റീവ് മൂവ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇമ്പൾസീവ് മൂവ് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ അവിടെ എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 60-40 ആക്കി എടുത്തൂടെ? അതായത് നമ്മളുടെ ആ 50-50 ഉള്ളത് നമ്മൾ ആ ഒരു 50യിൽ നിന്ന് വിന്നിങ് പ്രോബബിലിറ്റി ഒരു 60 ആക്കി, അതായത് ഒരു 10% ഇൻക്രീസ് ചെയ്തു. അപ്പം എന്താവും? നമ്മൾ ലൂസ് ആവുന്നതിന് ഒരു 10% ഡിക്രീസും ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്താണ്? നമ്മൾ 60% വിന്നും 40% ലൂസുമായി. അപ്പം ഇവിടെ നിങ്ങൾ മെയിൻലി പറയുന്നത് എന്താണ്? 20% നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് നമുക്ക് ക്രിയേറ്റ് ആയി. അതായത് ഒരു കസീനോക്കിൻ്റെ എഡ്ജിനേക്കാൾ 4 ഇരട്ടി കൂടുതൽ നമുക്ക് കിട്ടുന്നു.
അതായത് കസീനോയുടെ എഡ്ജ് എന്ന് പറയുന്നത് 5.4% വെച്ചിട്ട് അവർ ഓരോ ഓരോ ട്രാൻസാക്ഷനിലും അല്ലെങ്കിൽ ഒരുപാട് ബെറ്റ് വെച്ച് ഒരുപാട് മില്യൺസ് ഓഫ് ട്രില്യൺസ് ഓഫ് റുപ്പീസ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ക്രിയേറ്റ് ആവുന്ന സമയത്ത് നമുക്കെന്താണ്, നമുക്ക് ഇതുപോലെ എന്താണ് ഒരുപാട് സക്സസ്സുകൾ കിട്ടും. അങ്ങനെ നമ്മൾ ഗാംബ്ലറെയും പ്രൊഫഷണൽ ട്രേഡറെയും തമ്മിൽ ഒന്ന് ബേസിക് ആയിട്ട് നമ്മൾ വ്യത്യാസങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു ഗാംബ്ലറുടെ വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു 50-50 അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 50-50 അല്ലെങ്കിൽ താഴെ. അതായത് ഇപ്പോൾ 50-50 എന്ന് പറയുമ്പോൾ 50 എണ്ണത്തിൽ ജയിക്കാം, 50 എണ്ണത്തിൽ തോൽക്കാം. പക്ഷേ ഒരു പ്രൊഫഷണൽ ട്രേഡറിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, അയാൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്, അയാൾ എപ്പോഴും അയാളുടെ പ്രോബബിലിറ്റി അങ്ങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കും. ഇവിടെ ഗാംബ്ലർ 50-50 ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്താണ്, ആ 50 എന്നുള്ളത് ഒരു 51 അല്ലെങ്കിൽ 52 ഒരു എക്സ്ട്രാ ഒരു 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 ആധിപത്യം സ്ഥാപിക്കാനുള്ള രീതിയിൽ ശ്രമിക്കും. അതായത് ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള പണികൾ നോക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്ത് ചെയ്യും, 50 എന്നുള്ളത് ഒരു 55 മാറ്റും. അതായത് അയാളുടെ ഒരു 5% പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് 5% ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ലൂസായി പോകാനുള്ള പ്രോബബിലിറ്റിയിൽ 5% ഡിക്രീസ് ആകും. അതായത് ഇപ്പോൾ ഇവിടെ 55% ആണ് ഇവിടെ വിന്നിങ് റേറ്റ് എങ്കിൽ 55 ട്രേഡിൽ വിന്നാകും, 45 ട്രേഡിൽ ലൂസ് ആകും. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ 10% സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഉണ്ട്. അതായത് 55-ൽ നിന്ന് 45 കുറച്ച് കഴിഞ്ഞാൽ 10% ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഉണ്ട്. ദാറ്റ് മീൻസ് അവിടെ പോസിറ്റീവ് എക്സ്പെക്റ്റൻസി ഉണ്ട്. അതായത് ഒരു കസീനോയുടെ 2 ഇരട്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗാംബ്ലർ എന്താണ്, ഗാംബ്ലർ 50-50 അല്ലെങ്കിൽ 50%-നോ അതിൽ താഴെയോ ആയിരിക്കും പ്രോബബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും, അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇല്ല. ദാറ്റ് മീൻസ് അവിടെ ഒരു നെഗറ്റീവ് എക്സ്പെക്റ്റൻസി ആയിരിക്കും. നെക്സ്റ്റ് എന്താണ്, ഒരു ഗാംബ്ലർ എപ്പോഴും 1:1 അല്ലെങ്കിൽ 1:1 താഴെയായിരിക്കും. അതായത് 100 രൂപ ബെറ്റ് ചെയ്താൽ വിജയിച്ചാൽ കിട്ടുന്നത് എത്രയായിരിക്കും, 100 രൂപ തന്നെയായിരിക്കും. 200 രൂപയുടെ ബെറ്റിലാണെങ്കിൽ ജയിച്ചാൽ എത്രയാണ് കിട്ടുക, 200 രൂപ തന്നെയായിരിക്കും കിട്ടുക. പക്ഷേ എന്തായിരിക്കും, ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറയുന്നത് 1:2 ഓർ മോറിലായിരിക്കും. 100 രൂപയുടെ ബെറ്റിൽ അയാൾക്ക് വിൻ ചെയ്താൽ കിട്ടേണ്ടത് 200 രൂപയോ അതിന് മുകളിലേക്കോ ആയിരിക്കും, അല്ലെങ്കിൽ ആവണം. ഓക്കെ, അപ്പോൾ ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗാംബ്ലർ ഒരു ട്രേഡിങ്ങിലേക്ക് വരികയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 50-50 ചാൻസ് ആണ്. അതായത് 50 ട്രേഡ് വിന്ന്, 50 ട്രേഡ് ലൂസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഗാംബ്ലർ ഒരു ട്രേഡർ ആവുകയാണെങ്കിൽ അയാൾ ഒരു 10 രൂപ പ്രോഫിറ്റും ഒരു 10 രൂപ സ്റ്റോപ്പ് ലോസുമായിട്ട് വെച്ച്, അതായത് ജയിക്കുകയാണെങ്കിൽ 10 രൂപ, തോൽക്കുകയാണെങ്കിൽ 10 രൂപ. ഓക്കെ, വിന്നാവുകയാണെങ്കിൽ 10 രൂപ, ലോസ് ആവുകയാണെങ്കിലും 10 രൂപ. അതായത് ടാർഗറ്റ് വെച്ചതും സ്റ്റോപ്പ് ലോസ് വെച്ചതും 10-10 ആയിട്ടാണ്. ദാറ്റ് മീൻസ് അവിടെ 1:1 റിസ്ക് റിവാർഡാണ്. അതായത് നിങ്ങൾ നോക്കൂ, 50 വിന്നിൽ 50 × 10 എന്ന് പറയുമ്പോൾ 500. ലൂസ് ആയത് എത്രയാണ്, 50 തന്നെയാണ്. 50 × 10 എന്ന് പറയുന്നത് 500. 500 ഡിവൈഡ് ബൈ 500 എന്ന് പറയുമ്പോൾ 0 ആണ്. പക്ഷെ അറ്റ് ദ എൻഡ്, അതായത് ബ്രോക്കറേജ് എല്ലാം കഴിച്ച് നോക്കുന്ന സമയത്ത് നെഗറ്റീവ് ലോസിൽ തന്നെയായിരിക്കും. എന്നാൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ഇതേ മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, അയാളുടെ ടാർഗറ്റ് എപ്പോഴും ഒരു 20-ഉം സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഒരു 10-ഉം ആയിരിക്കും. അതായത് 1:2 റിസ്ക് റിവാർഡിലാണെങ്കിൽ എന്തായിരിക്കും, അയാളുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നോക്ക് നിങ്ങൾ, 55 ആണ്. അതായത് 55 ട്രേഡിൽ അയാൾ വിന്നാകും, 45 ട്രേഡിൽ അയാൾ ലൂസാകും. ഓക്കെ, 55 ട്രേഡിൽ അയാൾ വിന്നാകും, 45 ട്രേഡിൽ ലൂസാകും. അപ്പോൾ വിന്നാവുന്ന സമയത്ത് അയാൾക്ക് എത്രയാണ്, വിന്നാകുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് 20 ആണ്. 55 × 20 എന്ന് പറയുന്നത് 1100. അതുപോലെ ലൂസാകുമ്പോൾ 10, അതായത് 45 ട്രേഡിൽ ലൂസ് ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. 45 × 10 450. രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 650. അതായത് അറ്റ് ദ എൻഡിൽ പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവോടുകൂടി അല്ലെങ്കിൽ പ്രോഫിറ്റോട് കൂടിയിട്ടേ ഒരു പ്രൊഫഷണൽ ട്രേഡർ എൻഡാകൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ റിസ്ക് മാനേജ്മെൻറ്റിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മളൊരു കസീനോ മോഡൽ, നമ്മൾ ആദ്യം തന്നെ എന്താണ്, നമ്മൾ റിസ്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. നമ്മൾ ഓരോ ആക്ഷനുള്ള റിസ്ക് പറഞ്ഞു. നമ്മളെന്താണ്, ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള റിസ്ക് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ ഒരു ഇൻ്റർവ്യൂക്കുള്ള റിസ്ക് എന്താണെന്ന് പറഞ്ഞു. ഒരു സ്റ്റാർട്ടിങ് ബിസിനസ് എന്താണ് റിസ്ക് എന്ന് പറഞ്ഞു. അതുപോലെ ഒരു മാരേജിൽ വരുന്ന റിസ്ക് എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഓരോ 4 കാര്യത്തിലും റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ കസീനോയുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണെന്ന് പറഞ്ഞു.
ഓക്കെ, കസീനോയുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണ് പറഞ്ഞു. അതുപോലെ പ്ലെയർ എന്ത് മെൻറ്റാലിറ്റിയിലാണ്, ഒരു ഗാംബ്ലിംഗ് മെൻറ്റാലിറ്റിയിലാണ് വരുന്നത്, കസീനോ ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്താണെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇനി നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്യാപിറ്റലാണ്. ഓക്കെ, ക്യാപിറ്റൽ. അതുപോലെ രണ്ടാമത്തെ എന്താണ്, പൊസിഷൻ സൈസിങ്. മൂന്നാമത്തേത് റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ക്യാപിറ്റലാണ്. അതായത് നിങ്ങളൊരു ട്രേഡിങ്ങിന് ഒരു ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ആദ്യം വേണ്ട ഏറ്റവും വലിയൊരു എലമെൻറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ തന്നെയാണ്. ഈ ക്യാപിറ്റലിനെ തന്നെ എന്താണ് നമ്മൾ ലേണിംഗ് ക്യാപിറ്റലായിട്ടും ട്രേഡിംഗ് ക്യാപിറ്റലായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലേണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലേണിംഗ് ക്യാപിറ്റൽ എപ്പോഴും ഒരു സ്മോളർ സൈസിലായിരിക്കണം. അതായത് ഇതിൽ നമ്മൾ ഒരു പ്രോഫിറ്റോ ഒന്നും നമ്മൾ കാണാതെ നമ്മൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് ചെയ്യുന്ന ഒരു ക്യാപിറ്റലാണ് ലേണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ലേണിംഗ് ക്യാപിറ്റലിന് ശേഷം നമ്മൾ കൊണ്ടുവരേണ്ടതാണ് ട്രേഡിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇതാണ് നമ്മളുടെ ആക്ച്വലി ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡീസെൻറ്റ് ക്യാപിറ്റൽ ആയിരിക്കണം. അതായത് ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഡീസെൻറ്റ് ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡീസെൻറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ട്രേഡിംഗ് ക്യാപിറ്റലിൻ്റെ 1% ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ 2% ഓഫ് ക്യാപിറ്റൽ ആയിരിക്കണം നമ്മൾ മാക്സിമം 1 ഡേ ലിമിറ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിൻ്റെ 1% അല്ലെങ്കിൽ 2%, മാക്സിമം പോയാൽ 2% നിങ്ങളൊരു ഡെയിലി ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, പറ്റൂ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാപിറ്റൽ ഒരു 10,000 രൂപയാണ്. 10,000 രൂപ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ തന്നെയല്ല. ഓക്കെ, 10,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ലേണിംഗ് ക്യാപിറ്റലായിട്ട് എടുക്കാം. പക്ഷേ ഓക്കെ, അതുകൊണ്ട് തന്നെ പറയാണ് ഇപ്പോൾ പക്ഷേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം പല ആളുകളുടെയും ക്യാപിറ്റൽ ഇപ്പോഴും 10,000 ആണ്. ഓക്കെ, അപ്പോൾ 10,000 രൂപയുടെ ഒരു 1% എന്ന് പറയുമ്പോൾ 100 രൂപ. 20,000 രൂപയുടെ 1% എന്ന് പറയുന്നത് 200 രൂപ. 30,000 രൂപയുടെ 1% എന്ന് പറയുന്നത് 300 രൂപ. 50,000 രൂപയുടെ 1% എന്ന് പറയുന്നത് 500 രൂപ. 1,00,000 1% എന്ന് പറയുന്നത് 1,000 രൂപ. 2,00,000 രൂപയുടെ 1% എന്ന് പറഞ്ഞാൽ 2,000 രൂപ, എക്സെട്ര. ഇതിൽ ഡീസൻറ്റ് ക്യാപിറ്റലായിട്ട് ഞാൻ പറയുന്നത് എന്താണ്, ഒരു 1 lakh ടു അങ്ങോട്ട് താഴെ മുകളിലേക്കുള്ളതെല്ലാം ഒരു ഡീസെൻറ്റ് ക്യാപിറ്റൽ കാറ്റഗറിയിലായിട്ട് നമുക്ക് പെടുത്താം. കാരണം എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, 1 lakh റുപ്പീസിൻ്റെ 1% എന്ന് പറയുന്നത് 1,000 രൂപയാണ്. ഓക്കെ, അതാണ് നമ്മളുടെ ഡേ ലിമിറ്റ് എന്ന് പറഞ്ഞു. ഈ ഡേ ലിമിറ്റിനെ നമുക്ക് ഒരു ട്രേഡിൽ 1,000 രൂപ ആയിട്ട് റിസ്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ 2 ട്രേഡ്സിൽ 500 രൂപ റിസ്ക് ചെയ്തും വെക്കാം. അതായത് 1,00,000 രൂപയാണ് ഇപ്പം നിങ്ങളുടെ ക്യാപിറ്റലെങ്കിൽ ഓക്കെ, ഡീസൻറ്റ് ക്യാപിറ്റലിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ 1 lakh റുപ്പീസാണ്. 1 lakh റുപ്പീസിൻ്റെ 1% എന്ന് പറയുന്നത് 1,000 റുപ്പീസാണ്. ആ 1,000 റുപ്പീസാണ് നമ്മളുടെ ഡേ ലിമിറ്റ്. ആ 1,000 റുപ്പീസിൻ്റെ മുകളിലേക്ക് റിസ്ക് എടുക്കരുത്. 1% ക്യാപിറ്റലിൻ്റെ മുകളിലേക്ക് എടുക്കരുത്. പക്ഷേ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ അല്ലെങ്കിൽ നേരത്തെ സ്ലൈഡിൽ 2% എന്ന് പറയുന്നത് ചില മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് ചിലപ്പം കുറച്ച് റിസ്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും 2% മുകളിലേക്ക് പോകരുത്. പക്ഷേ നോർമൽ സെനാരിയോയിൽ 1% അതായിരിക്കണം തമ്പ് ഓഫ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1 lakh റുപ്പീസാണ് എൻ്റെ ക്യാപിറ്റൽ എങ്കിൽ അതിൻ്റെ 1% എന്ന് പറയുന്നത് 1,000 രൂപയാണ്. അതാണ് ഡേ ലിമിറ്റ്. ആ 1,000 രൂപേനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഒരു ട്രേഡ് എടുത്തിട്ട് അത് 1,000 റുപ്പീസ് റിസ്ക് ചെയ്യാം. അല്ലെങ്കിൽ 2 ട്രേഡായിട്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡിന് 500 മറ്റൊരു ട്രേഡിന് 500 എന്നുള്ള രീതിയിലായിട്ട് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വോളറ്റൈലൊക്കെ ആണെങ്കിൽ 1 lakh റുപ്പീസിൻ്റെ 2% എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2,000 രൂപയാണ്. ആ 2,000 രൂപയായിരിക്കണം എൻ്റെ അന്നത്തെ ദിവസത്തെ റിസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ട്രേഡിൽ 2,000 രൂപയോ അല്ലെങ്കിൽ 2 ട്രേഡിൽ 1,000 രൂപയായിട്ടോ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ 1 lakh റുപ്പീസ് മുതലാണ് ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ എന്ന് പറയാൻ കാരണം. ഇപ്പോൾ 50,000 രൂപ എടുക്കുകയാണെങ്കിൽ 50,000 രൂപയിൽ ഒരു ട്രേഡ് പെർ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 500 രൂപ. കാരണം 50,000ൻ്റെ 1% എന്ന് പറയുന്നത് 500 രൂപയാണ്. ഓക്കെ, പക്ഷെ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര വരും, 250 ആയിട്ട് വരും. ഓക്കെ, 250 രൂപ ഇപ്പോൾ ആരാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 1 lakh റുപ്പീസ് മുതൽ നിങ്ങളിപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളായാലും ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡീസൻറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അത് ഇപ്പോഴത്തെ നിഫ്റ്റിയുടെയൊക്കെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 75 ആണ്. നമ്മൾ ഒരു
10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വിടുമ്പോൾ തന്നെ നമുക്ക് 750 രൂപയുടെ അടുത്ത് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ ആയിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ളത്. ഓക്കെ, അതുപോലെ തന്നെയാണ് മാക്സിമം പോയാൽ 2 ട്രേഡ്സ്, 2 ട്രേഡ് ആയിരിക്കണം ഒരു ദിവസം മിനിമം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഒന്ന് നമ്മൾ ഫസ്റ്റ് ഹാഫിലും ഒന്ന് നിങ്ങളുടെ സെക്കൻഡ് ഹാഫിലും ആയിട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ക്യാപിറ്റലിന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ക്യാപിറ്റലും ട്രേഡിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഓക്കെ, ലേണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേണിംഗ് പീരീഡിലേക്കായിട്ട് കൊണ്ടുവരേണ്ടതാണ്. അതിൽ നമ്മൾ പ്രോഫിറ്റ് ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ കൊണ്ടുവരണം. ഓക്കെ, അതിനുശേഷം നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ട്രേഡിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ ട്രേഡിംഗ് ക്യാപിറ്റലാണ് നമ്മളുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ. ആ ഇനീഷ്യൽ ക്യാപിറ്റൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, ഡീസൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ട്രേഡ്സ് എല്ലാം സ്പ്ലിറ്റ് ചെയ്യാൻ കൂടി കഴിയണം. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 1,00,000 മുകളിലേക്കായിട്ട് നമ്മളുടെ ഒരു ഇതെല്ലാം എൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു ഡീസൻറ്റ് ക്യാപിറ്റലാണ്. അങ്ങനെ നമ്മൾ ക്യാപിറ്റലിന് ശേഷം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊസിഷൻ സൈസിങ് ആണ്. പൊസിഷൻ സൈസിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അതിനൊരു മീനിങ് ബേസിൽ നോക്കിയാൽ പൊസിഷൻ സൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ഹൗ many units to be traded based on the risk and account size. Ensure you don't risk too much on a single trade. സിമ്പിളായിട്ട് പൊസിഷൻ സൈസിങ് നോക്കിയാൽ ഒരു സിംഗിൾ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ട്രേഡിൽ നമ്മളുടെ അക്കൗണ്ട് സൈസ് അനുസരിച്ച് നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ച് നമ്മൾ എത്ര യൂണിറ്റ്സേ നമ്മൾ എടുക്കാൻ വേണ്ടി പറ്റൂ എന്നതാണ് പൊസിഷണൽ സൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പൊസിഷണൽ സൈസിങ്ങിൻ്റെ നമ്മുടെ ഇക്വേഷൻ ജസ്റ്റ് നോക്കിയാൽ എന്താണ്, നമ്പർ ഓഫ് ഷെയർസ്, അതായത് നമ്മളുടെ പൊസിഷണൽ സൈസിങ് എന്ന് പറയുന്നത് എത്ര ഷെയർസ് എടുക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ബേസാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് റിസ്ക് പെർ ട്രേഡ് ഇൻ ടു നമ്മളുടെ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് പെർ ഷെയർ. മനസ്സിലായോ? നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ലോങ് എൻട്രി എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അതായത് ഞാനൊരു ബൈയിങ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ എൻട്രി എന്ന് പറയുന്നത് 30-ലാണ്. അതായത് ഇതിപ്പോൾ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് ആയിക്കോട്ടെ, ഒരു സ്റ്റോക്ക് ആയിക്കോട്ടെ, ഇതിൻ്റെ എൻട്രി പ്രൈസിൽ ഞാൻ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 30-ലാണ്. അതുപോലെ തന്നെ എൻ്റെ SL പോയിൻ്റ് എന്ന് പറയുന്നത് 19-ആണ്. ഇവിടെ നമ്മൾ റിസ്ക് ആണ് നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 11 പോയിൻ്റാണ്. അതായത് ഞാൻ ഇതിലേക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണെങ്കിൽ 1 lakh, അതായത് 1% ഇൻറ്റു 1 lakh ഡിവൈഡഡ് ബൈ എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 11-ആണ്. അതിനർത്ഥം എത്രയാണ് വരുന്നത്, 91 ക്വാണ്ടിറ്റി. അതായത് 90 പോയിന്റ് ഉണ്ട്, നമുക്കെന്താണ് റൗണ്ട് ആക്കിയിട്ട് 91 ക്വാണ്ടിറ്റി. ഇതായിരിക്കണം എൻ്റെ പൊസിഷണൽ സൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ നോക്കി വെക്കുക. അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണ്, അതിൻ്റെ 1% നിങ്ങൾ റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റൂ, ഡിവൈഡഡ് ബൈ നിങ്ങളുടെ SL പോയിൻ്റ് എത്രയാണ്, ആ പോയിൻ്റ് വൈസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതായിരിക്കണം നിങ്ങളുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഷെയർ ആണ് എടുക്കുന്നതെങ്കിൽ ആ 30 രൂപയ്ക്ക് ഞാൻ വാങ്ങുന്ന ആ ഒരു സ്റ്റോക്ക് ഞാൻ 91 എണ്ണമേ ഞാൻ വാങ്ങാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ ഈ 30-ന് ഞാൻ ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ് ഞാൻ വാങ്ങുന്നത്, നിഫ്റ്റിയിലാണെങ്കിൽ ഇപ്പോൾ 75-ആണ് ക്വാണ്ടിറ്റി എങ്കിൽ എത്രയാണ്, എനിക്ക് ഒരു ലോട്ടേ വാങ്ങാൻ വേണ്ടി പറ്റൂ. 2 ലോട്ടാവുന്ന സമയത്ത് അവിടെ ക്വാണ്ടിറ്റി എത്ര വരും, 150 ആകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്ഷനാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ക്വാണ്ടിറ്റി. എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 1% ഓഫ് എൻ്റെ ക്യാപിറ്റൽ 1 lakh ആണ്. അതുകൊണ്ട് എനിക്ക് ഒരു ലോട്ടേ വാങ്ങാൻ വേണ്ടി പറ്റൂ. ഇവിടെ സ്റ്റോക്കിൻ്റെ കേസാണെങ്കിൽ എത്രയാണ്, ഇവിടെ എനിക്ക് 1% ഓഫ് 1 lakh ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുന്നത് എൻ്റെ റിസ്ക് പെർ പോയിൻ്റ് ആണ്. ഓക്കെ, റിസ്ക് എനിക്ക് ടോട്ടൽ 11 പോയിൻ്റാണ് ഞാൻ റിസ്ക് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, എൻ്റെ ക്വാണ്ടിറ്റി അറിയുന്നത് 91 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, 91 ക്വാണ്ടിറ്റിയിൽ കൂടരുത്. 91 ആണ് ആക്ച്വൽ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. റിസ്ക് റിവാർഡ് റേഷ്യോൻ്റെ താഴെ തന്നെ നമ്മളുടെ ഒരു ഗ്രാഫ് കണ്ട നിങ്ങൾ, ഈ ഗ്രാഫിലേക്ക് നോക്കണ്ട. ഓക്കെ, ഈ ഗ്രാഫിലേക്ക് നോക്കണ്ട. ആ റിസ്ക് റിവാർഡ് റേഷ്യോയുടെ താഴെയായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനാദ്യം തന്നെ നമ്മൾ വേണ്ടത് നമ്മളുടെ വിന്നിങ് പെർസെൻറ്റേജ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നിങ്ങളുടെ വിന്നിങ് പെർസെൻറ്റേജ് എത്രയാണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കാണേണ്ടത്, അപ്പോൾ വിൻ റേറ്റ് കാണാനായിട്ട് നിങ്ങൾ മിനിമം ഒരു 100 ട്രേഡ്സ് എടുക്കുക. അതായത് നിങ്ങൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 100 ട്രേഡ്സിൻ്റെ കൗണ്ട് എടുക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ചില ആളുകൾ വിന്നിങ് പെർസെൻറ്റേജ് 10 ട്രേഡിൽ കൂട്ടുന്നുണ്ട്.
10 ട്രേഡിൽ എത്ര എണ്ണം ലോസായി എത്ര എണ്ണം വിന്നായി അതിൻ്റെ ബേസ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു എഡ്ജ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മളുടെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ നമ്മൾ മാസ് ഡാറ്റയിലായിരിക്കണം ചെയ്യേണ്ടത്. അത് മിനിമം 100 ട്രേഡ്സിലായിരിക്കണം. അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിന്നിങ് റേറ്റ് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ വിന്നിങ് റേറ്റ് കാണാനായിട്ട് വിന്നിങ് റേറ്റ് നിങ്ങൾ മിനിമം ലാസ്റ്റ് ചെയ്ത ഒരു 100 ട്രേഡ്സ് എടുക്കുന്നു. അതിൽ ഹൗ മെനി ട്രേഡ് നിങ്ങൾ വിന്നായിട്ടുണ്ട്, ഹൗ മെനി ട്രേഡ്സ് നിങ്ങൾ ലൂസ് ആയിട്ടുണ്ട് നോക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 57 ഞാൻ എൻ്റെ ലാസ്റ്റ് ട്രേഡിൽ നോക്കിയാൽ 57 എണ്ണത്തിൽ ഞാൻ വിന്നായിട്ടുണ്ട്, 43 എണ്ണത്തിൽ ഞാൻ ലൂസായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ വിൻ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 57 എൻ്റെ വിൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 57 എൻ്റെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 57 വിന്ന് 43 ലോസ്. ഇവിടെ SC എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജാണ്. അതായത് 57 മൈനസ് 43. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്രയാണ്? 4 1 14% ആണ് ആക്ച്വലി എന്ത് വരുന്നത് ഇവിടെ എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുന്നത്. അതായത് ഞാൻ തോൽക്കാൻ നുള്ള സാധ്യതയേക്കാൾ ഞാൻ ജയിക്കാനുള്ള പോസിബിലിറ്റി 14% കൂടുതലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ എൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി ആണ് 57. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വിന്നിങ് പ്രോബബിലിറ്റി കൂട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നമ്മൾ താഴെ വിന്നിങ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ പ്രോഫിറ്റബിൾ ആവാനും അൺപ്രോഫിറ്റബിൾ ആവാനും അല്ലെങ്കിൽ നമ്മൾ ലോസിലാവാനും അതുപോലെ ഈ ലൈൻ എന്ന് പറയുന്നത് ബ്രേക്ക് ഈവനുമാണ്. ഓക്കെ, അപ്പം നമുക്ക് 1 by 1 ആയിട്ട് നോക്കുക. ഓക്കെ, നിങ്ങളുടെ വിന്നിങ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നിങ്ങളുടെ വിന്നിങ് പെർസെൻറ്റേജ് 20 ആണെങ്കിൽ, ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 20 ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത്. അതായത് നിങ്ങൾ 100 ട്രേഡ് എടുത്താൽ അതിൽ 20 എണ്ണത്തിൽ വിന്നും ബാക്കി 80 എണ്ണത്തിൽ നിങ്ങൾ ലോസും ആവുകയാണെങ്കിൽ നിങ്ങളുടെ വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20%. ഇങ്ങനെ 20%-ത്തിലാണ് നിങ്ങളുടെ വിന്നിങ് റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ മിനിമം 1:5 റിസ്ക് റിവാർഡ് റേഷ്യോയിലേക്ക് വരണം. അതായത് നിങ്ങൾ 10 രൂപ റിസ്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾ 50 രൂപ പ്രോഫിറ്റ് വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു അൺപ്രോഫിറ്റബിളിൽ നിന്ന് നിങ്ങൾ പ്രോഫിറ്റബിൾ ആവണം, അതായത് ബ്രേക്ക് ഈവണും കഴിഞ്ഞ് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ നിങ്ങൾ 1:5 കടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30% നിങ്ങളുടെ വിന്നിങ് പ്രോബബിലിറ്റി. അതായത് നിങ്ങളൊരു 100 ട്രേഡ് എടുത്താൽ 30 എണ്ണത്തിൽ നിങ്ങൾ വിന്നും ബാക്കി 70 എണ്ണത്തിൽ നിങ്ങൾ ലൂസും ആവുകയാണെങ്കിൽ നിങ്ങളുടെ വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 30% ആണ്. ഈ 30% ആണെങ്കിൽ നിങ്ങൾ മിനിമം 1:3 റിസ്ക് റിവാർഡോ അതിന് മുകളിലേക്കോ എടുക്കണം നിങ്ങൾ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ. ഓക്കെ, 1:3 മുകളിലേക്ക് 1:3 അല്ലെങ്കിൽ 1:3 മുകളിലേക്ക് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് റിവാർഡ് സെറ്റാക്കേണ്ടതുണ്ട്, കാരണം നിങ്ങൾ പ്രോഫിറ്റബിൾ ആവാൻ. അതുപോലെ തന്നെ എന്താണ്? നിങ്ങൾക്ക് ഇനി വിന്നിങ് പെർസെൻറ്റേജ് 40 ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾ വിന്നിങ് പെർസെൻറ്റേജ് 40 ആണെങ്കിൽ അതായത് 100 ട്രേഡിൽ 40 എണ്ണം വിന്നും 60 എണ്ണം ലോസും ആണെങ്കിൽ നിങ്ങളുടെ വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 40 ആയിരിക്കും. 40 ആണെങ്കിൽ നിങ്ങൾ 1:2 അല്ലെങ്കിൽ 1:2 മുകളിലേക്കായിട്ട് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ വിന്നിങ് പ്രോബബിലിറ്റി പറഞ്ഞാൽ അത് 50%. 50% ആണെങ്കിൽ നിങ്ങൾക്ക് 1:1 റിസ്ക് റിവാർഡ് എടുത്താൽ നിങ്ങൾ ബ്രേക്ക് ഈവണിലായിരിക്കും. പക്ഷേ എന്താണ്? നമ്മളുടെ റിസ്കിന് നമ്മളുടെ ഇപ്പോഴത്തെ ചാർജുകളും ടാക്സുകളും എല്ലാം കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ ലോസിലായിരിക്കും. നിങ്ങൾ മിനിമം 1:2 മുകളിലേക്കായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ 60, 70, 80 എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? അത് എക്സ്ട്രാ വിന്നിങ് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, ഒരു മാസീവ് ആയിട്ടുള്ള വിന്നിങ് പെർസെൻറ്റേജ് ആണുള്ളത്. അവിടെ എന്താണ്? 50% മുകളിലേക്കുള്ളതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? നിങ്ങൾ 1:1 എടുത്താൽ പോലും നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ വിന്നിങ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളുടെ വിന്നിങ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വിന്നിങ് പെർസെൻറ്റേജ് 40%-ൽ കുറവാണെങ്കിൽ, അതായത് 40-ൽ താഴെ 39, 38 അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രോബബിലിറ്റി കൂട്ടണം.
പ്രോബബിലിറ്റി കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി കൂട്ടാനായിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തണം. അങ്ങനെ പല രീതിയിലും 40-40ൻ്റെ മുകളിലേക്കാണ് നിങ്ങളുടെ പ്രോബബിലിറ്റി എങ്കിൽ 40 തൊട്ട് അതിന് മുകളിലേക്കാണ് ആക്ച്വലി ഒരു നോർമലി ആളുകൾക്ക് നമ്മളുടെ ട്രേഡേഴ്സിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 40% മുകളിലേക്കാണ് പ്രോബബിലിറ്റി എങ്കിൽ എന്താണ്, നമുക്ക് റിസ്ക് റിവാർഡ് മാച്ചിലായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ 40 നിങ്ങളുടെ വിന്നിങ് പ്രോബബിലിറ്റി എങ്കിൽ നിങ്ങൾ 1:2 മുകളിലേക്ക് നോക്കണം. 1:2, 1:3, 1:4 നോക്കണം. നിങ്ങൾക്ക് 50% ആണെങ്കിൽ നിങ്ങൾ 1:2 വെച്ച് പോയാലും കുഴപ്പമില്ല. 60, അതുപോലെ 70, 80 എന്നൊക്കെ പറയുന്നത് നല്ല വിന്നിങ് റേറ്റ്സ് ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 1:2 മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ റിസ്ക് റിവാർഡിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, 1:1 എന്നുള്ളത് ഒഴിവാക്കുക. പല ആളുകളും 1:1.5. എന്തിനാണ് 1:1.5? അതിൻ്റെ കൂടെ ഒരു 1:2 എടുത്താൽ പോരെ. 1:2 ആയിരിക്കണം ബേസിക് ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ 5 രൂപ റിസ്ക് വെക്കുകയാണെങ്കിൽ മിനിമം 10 രൂപ വെക്കണം. കാരണം നമ്മളെന്ത് ചെയ്യണം, നമ്മൾ 1:2 റിസ്ക് എടുത്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്, അങ്ങനെ വേണം നമ്മൾ റിസ്ക് റിവാർഡുകൾ കൂട്ടി വേണം കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോൾ റിസ്ക് റിവാർഡ് കുറവാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ വിന്നിങ് പ്രോബബിലിറ്റി കുറവാണെങ്കിൽ അത് കൂട്ടാനുള്ള പരിപാടി നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഓൾറെഡി കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് 1:2 1:3 മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഓക്കെ, അപ്പം നമ്മൾ കൺക്ലൂഡായിട്ട് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കീ പോയിൻറ്റ്സ് നമ്മൾ ഇവിടെ കൊടുത്തത് എന്തൊക്കെയാണ്? നമ്മൾ ഈ റിസ്ക് മാനേജ്മെൻറ്റിൽ ടോട്ടലായിട്ട് ഒരു കാര്യവും കൂടുതലായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഒരുപാട് ചാർട്ട് കാണിക്കലോ അതൊന്നുമില്ല. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളിൽ മേജറായിട്ട് വരേണ്ട കാര്യം സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജാണ്. ഒന്നുകൂടി പറയുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ വിജയിക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ കസീനോ മോഡൽ എന്താണ്? കസീനോയുടെ കാര്യം വെറുതെ പറഞ്ഞല്ല. അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് അവർ ഉണ്ടായതുകൊണ്ടാണ് അവർ അറ്റ് ദ എൻഡ് അവർ പ്രോഫിറ്റബിൾ ആവുന്നത്. ഓക്കെ, പ്ലെയേഴ്സ്, അതായത് ഗാംബ്ലേഴ്സിൻ്റെ അടുത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇല്ലാത്തത് കൊണ്ടാണ് എൻഡ് ഓഫ് ദ ടൈം അവരെന്ത് ചെയ്യുന്നത്, അവർ ലൂസ് ആവുന്നത്. ഓക്കെ, അപ്പം നമ്മളെന്താ ചെയ്യുക, ഇപ്പം ട്രേഡേഴ്സിൽ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 40 നല്ലൊരു 40-50 എന്ന് പറയുന്നത് നല്ലൊരു വിന്നിങ് പ്രോബിലിറ്റി ആണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇല്ല. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ റിസ്ക് റിവാർഡ് കൂട്ടണം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഉണ്ടെങ്കിൽ നമ്മൾ റിസ്ക് റിവാർഡ് കുറച്ചാലും നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 50%ൻ്റെ മുകളിലേക്ക് കയറണം. 51% ആണെങ്കിൽ എന്താണ്, അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ഉണ്ട്. കാരണം തോൽക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി അറിയുന്നത് 49 ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രീറ്റ് ആസ് എ ബിസിനസ് കസീനോ മോഡൽ. അതായത് എന്താണ്, നമുക്കിതിനെ ട്രേഡിങ്ങിനെ ഒരു ഗാംബ്ലിംഗ് ആയിട്ടും ബിസിനസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. ഗാംബ്ലിംഗ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ പെർഫെക്റ്റ്ലി ഒരു കസീനോയിൽ ഒരു പ്ലെയർ വന്ന് നിൽക്കുന്ന ഗാംബ്ലിംഗ് ചെയ്യുന്ന മെൻറ്റാലിറ്റിയാണ്. ഓക്കെ, ഒരു ട്രേഡർ ഒരു ബിസിനസ് ആണെങ്കിൽ എന്താണ്, ഒരു കസീനോ മോഡലായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഡീസൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആയിരിക്കണം. ഇവിടെ ബ്രാക്കറ്റിൽ ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡ്രോ ഡൗൺ സംഭവിക്കും. ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലോസ് ആയിട്ട് വരും. ഇപ്പം ഞാൻ 60% വിന്നിങ് റേറ്റ് ആണ് ഇപ്പോൾ എനിക്കുള്ളത് എങ്കിൽ, ഓക്കെ, 60% ആണ് എനിക്ക് വിന്നിങ് റേറ്റ് ഉള്ളതെങ്കിൽ 60ൽ ഞാൻ വിന്നാകും, 40 ഞാൻ ലൂസാകും. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കണം 60 ട്രേഡ് എനിക്ക് വിന്നും 40 ട്രേഡ് എനിക്ക് ലോസും വരും. ആ 40 ട്രേഡ് ലോസിൽ ഒരു 10 ട്രേഡ് അടുപ്പിച്ച് ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ്, ഇതൊരു ലൂസിങ് സ്ട്രീക്കാണ്. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഒരു ക്യാപിറ്റൽ അല്ല നമ്മളുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ ടോട്ടലി സൈക്കോളജിക്കലി നമ്മൾ തളരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളും വരുന്നില്ല. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ട്രേഡ്സ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, 1% റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. അതുപോലെ റിസ്ക് പെർ ട്രേഡ്. ഓക്കെ, നമ്മളുടെ ക്യാപിറ്റലിൻ്റെ 1% നമ്മൾ നോർമൽ ഡേയ്സിൽ റിസ്ക് വെക്കാൻ പറ്റൂ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് കുറച്ചുകൂടി സ്പെഷ്യലായിട്ടുള്ള ഡേയ്സ് വരുന്ന സമയത്ത് എന്താണ്, കുറച്ച് വോളറ്റൈലായിട്ട് വരുന്നതാണെങ്കിൽ 2%, 1 or 2% നമ്മൾ റിസ്ക് വെക്കാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അതുപോലെ ട്രേഡ്സിൽ ആ 1% എന്ന് പറയുന്നത്, ഇപ്പം 1 ലാഖിൻ്റെ 1% എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണെങ്കിൽ 1000 റുപ്പീസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കൂടി നമ്മളുടെ ക്യാപിറ്റലിൽ കൊണ്ട് കഴിയണം. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോപ്പർ പൊസിഷണൽ സൈസിങ്.
പ്രോപ്പറായിട്ടുള്ള പൊസിഷണൽ സൈസ് ചെയ്യാനുള്ള ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് 1% ട്രേഡിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര SL പോയിന്റ് വരുന്നത് അതായിരിക്കും നമ്മളുടെ പൊസിഷണൽ സൈസിങ്. ആ പൊസിഷണൽ സൈസിങ്ങിൻ്റെ മുകളിലേക്കുള്ള ക്വാണ്ടിറ്റി ദയവ് ചെയ്തെടുക്കരുത്. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. ഞാൻ പറഞ്ഞതുപോലെ റിസ്ക് റിവാർഡ് റേഷ്യോ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിന്നിങ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. വിന്നിങ് റേറ്റ് വെച്ചിട്ട് നിങ്ങൾ ഏത് റിസ്ക് റിവാർഡ് എടുത്താലേ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവുമെന്ന് കഴിഞ്ഞ ആ ഒരു സ്ലൈഡിൽ നമ്മൾ ആ ചാർട്ട് വെച്ച് പറഞ്ഞു. ഓക്കെ. അതിനുശേഷം ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആവറേജ് വിൻ ആവറേജ് ലൂസ് റിസ്ക് റിവാർഡ് റേഷ്യോ ആയിട്ടുള്ളതാണ്. നിങ്ങൾ വിന്ന് ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതൽ വിന്നാവാനും ലോസ് ആകുമ്പോൾ കുറച്ച് ലൂസ് ആവാനും. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ നമ്മളുടെ ആവറേജ് വിന്ന് എന്ന് പറയുന്നത് ആവറേജ് ലോസിനേക്കാൾ കൂടുതലാവണം. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, ഒരു ലോസ് ആവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആവറേജ് വിന്ന് എന്ന് പറയുന്നത് ആവറേജ് ലോസിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിൻറ്റ്സ്. ഓക്കെ. ഇതിലുപരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? കോമൺ സെൻസ്. ഈ ഒരു സാധനം ഇല്ലെങ്കിൽ ഈ ഇപ്പം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഇമ്പോർട്ടൻറ്റ് കീ പോയിൻറ്റ്സിനൊന്നും ഒരു വില പോലും ഇല്ല. അറ്റ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും കോംപ്ലിക്കേറ്റ് ചെയ്യാതെയാണ് ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് എനിക്ക് ലാസ്റ്റ് എൻഡിങ്ങിലും പറയാനുള്ളത്. റിസ്ക് എടുക്കുന്ന ഒരാളേക്കാൾ കൂടുതൽ വിന്നിങ് പ്രോബബിലിറ്റി നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആർക്കായിരിക്കും? ആ എടുത്ത റിസ്കിനെ മാനേജ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്കായിരിക്കും. ഓക്കെ. താങ്ക് യു.